സംക്രമസന്ധിയിലെ മഹാദീപാരാധനയ്ക്ക് ഒരുങ്ങിയിരിക്കുന്നു സന്നിധാനം. അതാ വിദൂര ദൃശ്യങ്ങളിൽ പൊന്നമ്പലം കാണാം. പൊന്നമ്പലമേട്ടിൽ അവിടെ ദേവകളുടെ ദീപാരാധന എന്ന് വിശ്വസിക്കുന്ന മകരജ്യോതി ദർശനം കാണാൻ, അയ്യപ്പന്റെ മൂലസ്ഥാനത്തെ ദേവകളുടെ ദീപാരാധന കാണാൻ, അങ്ങനെ സാധ്യമായ ഇടങ്ങളിൽ നിന്നെല്ലാം നേരിട്ട് പൊന്നമ്പലമേട്ടിലെ ദീപാരാധന കാണാൻ, ആ മകരജ്യോതി ദർശനം കാണാൻ നേരിട്ടും അല്ലാതെയും കോടികളാണ് കാത്തിരിക്കുന്നത്. അയ്യപ്പ ഭക്തർ അക്ഷമരായി അവർ ശരണം വിളികളോടുകൂടി കാത്തിരിക്കുകയാണ്. സന്നിധാനത്ത് നിന്ന് ഇപ്പോൾ തിരുവാഭരണ ഘോഷയാത്രയെ സ്വീകരിക്കുവാനുള്ള സംഘം പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. അത് ശരംകുത്തിയിൽ എത്തിയിട്ടുണ്ട്. ആ തിരുവാഭരണ ഘോഷയാത്ര, തിരുവാഭരണ പേടകങ്ങൾ എന്നാണ് മനസ്സിലാക്കുന്നത്. 3 പേടകങ്ങളാണ് പന്തളം കൊട്ടാരത്ത് നിന്ന് അയ്യപ്പന്റെ വളർത്തച്ഛനായ പന്തളം രാജാവ് കൊടുത്തയക്കുന്നത് എന്ന വിശ്വാസത്തിൽ ആ ആചാരം പിന്തുടർന്നു പോരുകയാണ്. ഇതാ ശബരിമലയിലെ മലകളുടെ ദൃശ്യങ്ങളാണ്. 18 മലകളുടെ അധിപനാണ് അയ്യപ്പൻ, 18 മലകളുടെ നാഥനാണ് അയ്യപ്പൻ. ശബരിമലയിൽ അത് ആ 18 മലകൾ പെട്ടെന്ന് പറഞ്ഞാൽ പൊന്നമ്പലമേട്, ഗൗഡന്മല, നാഗമല, സുന്ദരമല, ചിറ്റമ്പലമല, കൽക്കിമല, മാതങ്കമല, മയിലാടുംമല, ശ്രീപാദമല, ദേവർമല, നിരക്കൽമല, തലപ്പാറമല, നീലിമല, കരിമല, പുതുശ്ശേരിമല, കാളകെട്ടിമല, ഇഞ്ചിപ്പാറമല, ശബരിമല, അങ്ങനെ 18 മലകളുടെ നാഥനായ അയ്യന്റെ സന്നിധിയിൽ ശബരിമലയിൽ ഇന്ന് മകരസംക്രമ ദിനത്തിൽ ഏറെ വിശിഷ്ടമായ ദീപാരാധന. അതും അയ്യപ്പൻ വില്ലാളി വീരനായ, വില്ലാളി വീരനെ വീരമണി കണ്ഠനെ എന്നതാണ് ശരണം വിളി. ആ വില്ലാളി വീരനായുള്ള മണികണ്ഠന്റെ സ്വരൂപം കാണാൻ സംക്രമസന്ധിയിലെ ദീപാരാധന കണ്ടു തൊഴുവാനാണ് ഭക്തകോടികൾ കാത്തിരിക്കുന്നത്. അതാ ഉടഞ്ഞ നെയ്ത്തേകങ്ങൾ, അഹമുടഞ്ഞ സന്നിധാനം, അത് സർവസ്വം വെടിഞ്ഞ് മനുഷ്യർ മല കയറുന്നത്, കാട്ടിലേക്ക് പോകുന്നത്, അത് സ്വയം അറിയുവാനുള്ളൊരു യാത്രയാണ്. അത് ശങ്കരാചാര്യരായാലും ബുദ്ധനായാലും ഒക്കെ വനത്തിലേക്ക് പോകുക എത്രയോ മനുഷ്യരുടെ അല്ലെങ്കിൽ എത്രയോ പ്രതിഭകളുടെ കഥയുണ്ട്. അതുപോലെയാണ് അയ്യപ്പൻ യോഗനിദ്രയിലാണ് സന്നിധാനത്ത് കുടികൊള്ളുന്നത്. ആ അയ്യപ്പനെ പിതാവിൻ്റെ ആഗ്രഹം വില്ലാളി വീരനായി വാളും ചുരികയുമൊക്കെയായി കിരീടമണിഞ്ഞ് കാണണമെന്ന പിതാവിൻ്റെ പന്തള രാജാവിൻ്റെ ആഗ്രഹമാണ് ഈ തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധനയിലൂടെ സാധ്യമാകുന്നത്. ആ തിരുവാഭരണ പേടകങ്ങൾ 3 പേടകങ്ങൾ, അതിൽ 1-ാം പേടകത്തിലുള്ളത് ചന്ദനത്തിൽ തീർത്ത ആ പേടകത്തിലാണ് ഏറ്റവും പ്രധാനമായ തിരുവാഭരണങ്ങൾ. അത് മാത്രമാണ്, 1-ാം പേടകം മാത്രമാണ് ശ്രീകോവിലിനുള്ളിലേക്ക് സോപാനത്തിൽ നൽകുക. 2-ാം പേടകവും 3-ാം പേടകമായ കൊടിപ്പെട്ടിയും അത് കൊണ്ടുപോവുക മാളികപ്പുറത്തേക്കായിരിക്കും. 1-ാം പേടകത്തിലുള്ളത് വാളും ചുരികയും തിരുമുഖവും, അതാണ് കിരീടം ഉൾപ്പെടുന്ന, മീശ ഉൾപ്പെടുന്ന തിരുമുഖം, വാൾ, ചുരിക, അരപ്പട്ട, ശരപ്പൊളിമാല, എരിക്കിൻ പൂമാല, അങ്ങനെ ആഭരണങ്ങൾ, നവരത്നമോതിരം, അയ്യപ്പന്റെ കളിപ്പാട്ടങ്ങൾ, ആന, കുതിര, വെള്ളികെട്ടിയ വലംപിരി ശംഖ്, ലക്ഷ്മി രൂപം, അങ്ങനെ 1-ാം പേടകമാണ് ശ്രീകോവിലിനുള്ളിലേക്ക് നൽകുക. ആ ശ്രീകോവിൽ 1-ാം പേടകത്തിലെ ഈ തിരുമുഖം ഉൾപ്പെടെ ചാർത്തിയാണ് പിന്നീട് ആ പുണ്യദർശനം, ആ മഹാദീപാരാധനയുടെ ദർശനം. 2-ാം പേടകത്തിൽ കലശക്കുടങ്ങളും പൂജാപാത്രങ്ങളുമാണ്. 3-ാം പേടകത്തിലാണ് കൊടിപ്പെട്ടി, അത് നെറ്റിപ്പട്ടമുണ്ട്, ജീവതയുണ്ട്, കറുപ്പും ചുവപ്പും നിറത്തിലുള്ള കൊടികളുണ്ട്. ആ കൊടികളിൽ ഉയർത്തിക്കൊണ്ടാണ് ഇനി സന്നിധാനത്ത് നിന്ന്, ശബരിമലയിൽ നിന്ന് മാളികപ്പുറത്തേക്കുള്ള അയ്യപ്പന്റെ യാത്ര. ആ യാത്രയിൽ, ആ ഘോഷയാത്രയിൽ, ആ എഴുന്നള്ളത്തിൽ ആ കൊടികൾ ഉപയോഗിക്കും. അങ്ങനെ വിശിഷ്ടമായ ആചാരങ്ങൾ ഈ ദിവസങ്ങളിൽ സന്നിധാനത്ത് നടക്കും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശുദ്ധിക്രിയകൾ, ബിംബക്രിയകളൊക്കെ പല ആവർത്തി നടന്നു, പല ധാരകൾ നടന്നു, ജലശുദ്ധിയും ബിംബശുദ്ധിയും, അങ്ങനെ വിവിധ പൂജകൾക്ക് ശേഷമാണ് സന്നിധാനം ഈ മകരസംക്രമ പൂജയ്ക്ക് ശേഷം, ഇന്ന് രാവിലെ പുലർച്ചെയായിരുന്നു, ആ മുഹൂർത്തത്തിലായിരുന്നു മകരസംക്രമ പൂജ. ഇന്ന് നടക്കാൻ പോകുന്നത് സന്നിധാനത്തെ ദീപാരാധന. എല്ലാ ദിവസവും ദീപാരാധന കാണാൻ അവിടെ വലിയ തിരക്കാണ്. ദീപാരാധന സമയത്തേക്ക് മല ചവിട്ടി എത്തുക എന്നുള്ളത് ഈ സീസണിലാകെ അയ്യപ്പ ഭക്തന്മാരുടെ വലിയ ആഗ്രഹവും അതിനുവേണ്ടി അവർ പോകുന്നതും ദീപാരാധന കണ്ട് തൊഴാൻ വേണ്ടിയാണ്. ഇന്നത്തെ ദീപാരാധന അതേറെ സവിശേഷമാണ്. സന്നിധാനത്തൊരു ദീപാരാധന, അയ്യപ്പന്റെ ശ്രീമൂലസ്ഥാനമായ പൊന്നമ്പലമേട്ടിൽ ദേവകൾ അയ്യപ്പന് നടത്തുന്ന ദീപാരാധന എന്ന വിശ്വാസത്തിൽ അവിടെ മകരജ്യോതി തെളിയുന്നു. ഈ 2 ദീപാരാധനയും കണ്ടു തൊഴുവാനാണ് ഭക്തലക്ഷങ്ങൾ, ഭക്തകോടികൾ, ഭക്തസഹസ്രങ്ങൾ കാത്തു നിൽക്കുന്നത്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. തിരുവാഭരണ ഘോഷയാത്ര ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ സ്വീകരണം, ശരംകുത്തിയിൽ നിന്ന് സ്വീകരണം ആരംഭിക്കും. 6 മണിയോടുകൂടിയാണ് സാധാരണഗതിയിൽ ആ സ്വീകരണം ആരംഭിക്കുക. സ്വീകരിച്ചാനയിച്ചെത്തുന്ന തിരുവാഭരണ സംഘം, അതിൽ 1-ാം പെട്ടിയും 1-ാം പേടകം മാത്രം 18 പടികൾ ചവിട്ടി സോപാനത്തിലേക്ക് എത്തുന്നു. അവിടെ മേൽശാന്തിയും
തന്ത്രിയും ചേർന്ന ആ പേടകം ഏറ്റുവാങ്ങി ശ്രീകോവിലിനുള്ളിൽ കൊണ്ടുപോയി ആ തിരുമുഖവും അയ്യപ്പന്റെ ആയുധങ്ങളും വാളും പരിചയും ചുരുകയും ഒക്കെ ചാർത്തിയ അയ്യപ്പ വിഗ്രഹത്തിന്റെ ദർശനം അതിന്ന് രാത്രി കിട്ടുന്ന അസുലഭമായൊരു ദർശനമാണ്. അതൊരു അതീന്ദ്രിയമായ അനുഭവമാണ്. ആ പേടകം സന്നിധാനത്തിലേക്ക് എത്തുമ്പോൾ ഈ ശരണം വിളികളെല്ലാം ഒന്നുകൂടി ഉച്ചത്തിലാകും. ഈ 18 മലകളിലും പ്രകമ്പനം കൊള്ളുന്ന തരത്തിലുള്ള ശരണം വിളികളാൽ മുഖരിതമാകും ആ സന്നിധാനം. ഒപ്പം സോപാന സംഗീതം ഒരു വശത്ത്, ശംഖുവിളികൾ മറ്റൊരു വശത്ത്, മണികണ്ഠന്റെ സന്നിധിയിൽ മണികൾ മുഴങ്ങും. അങ്ങനെ ഈ 18 മലകളിലും അയ്യപ്പന്റെ സ്തുതികൾ എല്ലായിടത്തും പ്രകമ്പനം കൊള്ളിക്കുന്ന തരത്തിലൊരു അതീന്ദ്രിയാനുഭവത്തിന്റെ നിമിഷങ്ങൾക്ക് വേണ്ടിയാണ് ഭക്തസഹസ്രങ്ങൾ കാത്തു നിൽക്കുന്നത്. ശബരിമലയുടെ ഒരു പ്രത്യേകത അവിടുത്തെ അത് നൽകുന്ന ഒരു അന്തരീക്ഷം തന്നെയാണ്. അവിടെ അത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചോ അല്ലെങ്കിൽ അവിടെ എത്തുന്ന മറ്റാരെ സംബന്ധിച്ചോ അത് നൽകുന്ന ഒരു പ്രശാന്തി നൽകുന്ന ഒരു അന്തരീക്ഷം, അത് സന്നിധാനത്ത് മാത്രം കിട്ടുന്ന ഒരു അനുഭൂതിയാണ്. അവിടെ ഒരു പക്ഷേ നമ്മൾ ദീപാരാധന സമയത്ത് ആ പരിസരത്തുണ്ടാവുക എന്നത് ഒരു വലിയ ശാന്തി നൽകുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഉള്ളത്. ആ സമയത്ത് അവിടെ എത്തിയാൽ തന്നെ അതൊരു വളരെ പ്രശാന്തി നൽകുന്ന അന്തരീക്ഷമാണ്. പിന്നീടുള്ളത് ഈ ഹരിവരാസനം പാടി നടയടയ്ക്കുന്ന സമയമാണ്. അങ്ങേയറ്റം നിശബ്ദത. അവിടെ യേശുദാസിൻ്റെ ശബ്ദത്തിൽ ഈ ഹരിവരാസനം അതിങ്ങനെ മുഴങ്ങി കേൾക്കുക. നമ്മൾ പമ്പയിൽ എത്തുന്ന സമയത്ത് പമ്പയിലും കേൾക്കാം, ഒരു നിലയ്ക്കലിലൊക്കെ അങ്ങനെ കേൾക്കാം. ഇടത്താവളങ്ങളിലൊക്കെ ആ സമയത്ത് ഈ ഈ ഈ ഈ ഹരിവരാസനം മാത്രമേ കേൾക്കൂ. ആ സമയത്ത് അങ്ങേയറ്റം നിശബ്ദരായി എല്ലാവരും ഈ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നത് ഒരു കാഴ്ചയാണ്. അത് നമ്മുടെ ഒരു അനുഭൂതിയാണ്. അതുപോലെയാണ് വളരെ പുലർച്ചെയുള്ള നട തുറക്കുന്ന നിർമ്മാല്യ ദർശനത്തിൻ്റെ സമയത്തെ അവിടുത്തെ സുപ്രഭാതത്താൽ, അയ്യപ്പ സുപ്രഭാതം എന്ന് നമ്മൾ പറയുന്ന സുപ്രഭാതത്താൽ മുഖരിതമാകുന്ന സന്നിധാനത്തെ ഒരു സാഹചര്യം. അവിടെയൊക്കെ ഇതിൻ്റെയൊക്കെ വരികളിൽ നമ്മൾ യഥാർത്ഥത്തിൽ ഒരു പ്രകൃതി ആരാധനയാണുള്ളത്. ആ പ്രകൃതിയെ, അവിടുത്തെ മലകളെ, അവിടുത്തെ പമ്പാ നദിയെ അല്ലെങ്കിൽ അവിടുത്തെ പുണ്യ പൂങ്കാവനത്തെ ഒക്കെയാണ് ഈ അയ്യപ്പ കീർത്തനങ്ങളിലൊക്കെ വിശേഷിപ്പിക്കുകയും അതിനെ പ്രകീർത്തിക്കുകയും ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ പ്രകൃതി ആരാധനയുടെ ഒരു തലം കൂടി ശബരിമലയിലുണ്ട്. അയ്യപ്പ ധർമ്മ വിശ്വാസത്തിൽ അതുകൂടി ഉൾപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ പ്രകൃതി എന്നത് നമ്മളുടെ ജീവിതത്തിൻ്റെ ഭാഗമാണെന്നും അത് നമ്മളുടെ ആരാധനയുടെ ഭാഗം കൂടിയാകുന്നതാണ് ശബരിമല തീർത്ഥാടനത്തിൻ്റെ ഒരു ഭാഗം. അതുകൊണ്ടാണ് നമ്മൾ നഗ്നപാതരായാണ് ഈ സന്നിധാനത്തേക്കുള്ള യാത്ര എല്ലാവരും നടത്തുന്നത്. ചിലരെങ്കിലും ചെരുപ്പൊക്കെ ധരിച്ച് ഇപ്പോൾ പോകുന്നുണ്ടാകും. പക്ഷേ അതിൻ്റെ ഒരു ചിട്ടവട്ടം എന്നത് നഗ്നപാതരായി പോകണം. ഒരു പക്ഷേ ഈ ശബരിമലയിലേക്ക് പോകാൻ മാലയിടുമ്പോൾ തന്നെ പാദരക്ഷകളൊക്കെ ഉപേക്ഷിച്ച് നഗ്നപാതരായി, കല്ലും മുള്ളും കാലിന് മെത്ത എന്നതാണ് നമ്മളുടെ സങ്കല്പം. അപ്പോൾ നമ്മൾ മാല ധരിക്കും മുമ്പ്, മാല എന്ന അയ്യപ്പ മുദ്രയാണ്. അയ്യപ്പ മുദ്ര ധരിക്കുമ്പോൾ മുതൽ നമ്മൾ നഗ്നപാതരായി ഈ പ്രകൃതിയുടെ എല്ലാ അനുഭവങ്ങളിലൂടെയും കടന്ന് നമ്മളുടെ കാൽപാദങ്ങളിലൂടെ അത് അനുഭവിച്ച്, കൈകളിലൂടെ അനുഭവിച്ച് അങ്ങനെ പോകണം എന്നതാണ് നമ്മളുടെ ഒരു വിശ്വാസവും സങ്കല്പവും ഒക്കെ. അങ്ങനെ ഇതൊക്കെ അനുഭവിച്ചാണ് പലരും സന്നിധാനത്തേക്ക് ഈ തീർത്ഥാടനത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിലെ യാത്ര തുടരുന്നത്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ശരംകുത്തിയിലെ സ്വീകരണമൊക്കെ ഏറ്റുവാങ്ങി തിരുവാഭരണ ഘോഷയാത്ര സന്നിധാനത്തേക്കുള്ള യാത്ര ഏതാണ്ട് തുടർന്നു. അത് തുടരുകയാണ്. 6 മണി എത്തിയിരിക്കുന്നു. ഇനി അല്പസമയത്തിനുള്ളിൽ, മിനിറ്റുകൾക്കുള്ളിൽ അത് നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ വലിയ നടപ്പന്തലിലൂടെ ഈ ഭാഗത്തേക്ക് കർപ്പൂരാഴിയുടെയൊക്കെ വലിയ സാന്നിധ്യത്തിൽ, തീവട്ടികളുടെയൊക്കെ തിളക്കത്തിൽ, താളമേളങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ ആ ഘോഷയാത്ര, തിരുവാഭരണ പേടകം വഹിച്ച ഘോഷയാത്ര ഈ നടപ്പന്തലിലൂടെ കടന്ന് സന്നിധാനത്തേക്ക് എത്തും. അതിനെ സ്വീകരിക്കുന്നതിന് ഇവിടെ സന്നിധാനത്തൊരുക്കങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. തന്ത്രിയും മേൽശാന്തിയും അടങ്ങുന്ന ദേവസ്വം ബോർഡിൻ്റെയൊക്കെ ഉന്നത ഉദ്യോഗസ്ഥരുമൊക്കെ അടങ്ങുന്ന ഒരു സംഘം അവിടെ കാത്തു നിൽക്കുന്നുണ്ട്. നേരത്തെ ഒരു സംഘത്തെ നമ്മൾ ശരംകുത്തിയിലേക്ക് അയച്ചിരുന്നു. അവരിപ്പോൾ അതിനെ സ്വീകരിച്ച് ഇവിടേക്ക് കൊണ്ടുവരാനുള്ള അതിൻ്റെ അയ്യപ്പ അനുജ്ഞ നടപ്പാക്കുന്നു എന്ന് നമ്മൾ പറയുന്ന ആ കർത്തവ്യത്തിലേക്ക് കടന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും സന്നിധാനം ഈ മകരസംക്രമ സന്ധ്യയിലെ ദീപാരാധനയ്ക്ക് ഒരുങ്ങി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. എവിടെയും നമ്മൾ കർപ്പൂര ദീപപ്രഭയും അല്ലെങ്കിൽ ശരണമന്ത്രങ്ങളും മാത്രം മുഖരിതമാകുന്ന ഭാഗം. നമ്മൾ പല ഇടത്താവളങ്ങളിലൂടെയും നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഇടത്താവളങ്ങളിലൊക്കെ ആളുകൾ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. എല്ലായിടത്തും നിന്നാലും ഈ ജ്യോതി കാണാം. ഇതാ ആ ഘോഷയാത്ര ഇങ്ങനെ കടന്നു വരുന്നതിൻ്റെ ആദ്യ ദൃശ്യങ്ങൾ കൂടി കാണാം. നോക്കൂ, അതിൻ്റെ കൂടെ ഭജന പാടി, അയ്യപ്പ ഭജന പാടി ഇങ്ങനെ കടന്നു വരികയാണ്. ഈ ഭജന എന്നത് യഥാർത്ഥത്തിൽ ഇത് ഉറച്ച ശബ്ദത്തിൽ, അതായത് കേൾക്കുന്നവർ ഒരു ദൂരദേശങ്ങളിലേക്ക് അത് കേൾക്കണം. പണ്ട് കാലങ്ങളിൽ ഈ ശരണം വിളിക്കുന്നത് ഉറക്ക വിളിക്കണം എന്ന് പറയുന്നത് ഇന്ന് കേൾക്കുന്നവരിലേക്ക് അയ്യപ്പൻ്റെ ധർമ്മം എത്തണം, അയ്യപ്പ ധർമ്മം എത്തണം.
മറ്റൊന്ന് ഇത് കേൾക്കുമ്പോൾ നമ്മൾ ഏതെങ്കിലും തരത്തിൽ മാർഗ തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറി അയ്യപ്പ വിശ്വാസികൾക്ക് തീർത്ഥാടകർക്ക് പോകാൻ വഴിയൊരുക്കണം. അങ്ങനെ ഉറച്ചാണ് ശരണം വിളിക്കുന്നത്. ഈ കെട്ടുനിറയ്ക്കുക എന്നതൊരു വലിയ ഒരു കർമ്മമാണ്. കെട്ടുനിറയ്ക്കുക എന്ന് നമ്മൾ ശബരിമലയ്ക്കുള്ള യാത്ര തുടങ്ങുന്നതാണ്. ആ സമയത്തൊക്കെ പണ്ട് കാലങ്ങളിൽ ഉറക്കെ ശരണം വിളിക്കണം എന്നതാണ് നമ്മളോട് ഈ ഗുരുസ്വാമിമാർ, നമ്മളുടെ കൂടെയുള്ള മുതിർന്ന സ്വാമിമാർ പറയാറുള്ളത്. അങ്ങനെ ഉറച്ച ശബ്ദത്തിൽ ശരണം വിളിക്കണം, ഉറച്ച് ഭജന പാടണം, ഉറച്ച് താളമേളങ്ങൾ മുഴക്കണം. അങ്ങനെ യഥാർത്ഥത്തിൽ ശബരിമല തീർത്ഥയാത്ര എന്നത് വളരെ ഭക്തിയുടെ വിവിധ തലങ്ങളിലൂടെ നമ്മളെ കൊണ്ടുപോകുന്നതാണ്. അവിടെ നമ്മൾക്ക് ഭക്തി പാരമ്യത്തിൽ നമ്മൾ ഭജന പാടി സ്വയം മറന്ന് പാട്ടുപാടി, അത് എല്ലാവർക്കും പാട്ട് പാടാൻ അറിയണമെന്നൊന്നുമില്ല, പക്ഷേ അയ്യപ്പ കീർത്തനങ്ങൾ എന്നതൊരു എല്ലാത്തിനും ഒരു താളമുണ്ട്. അത് ഏറ്റവും പ്രചാരമുള്ള അയ്യപ്പ ഭക്തിഗാനങ്ങൾ പ്രേക്ഷകർ ഓർമ്മയുണ്ടാകും. നമ്മളുടെയൊക്കെ ഗൃഹാതുര സ്മരണകളിലുണ്ട് പഴയ അയ്യപ്പ ഭക്തിഗാനങ്ങൾ. അതിനൊക്കെ ഒരു താളമുണ്ട്. ആ താളനിബദ്ധമാണ് അയ്യപ്പ തീർത്ഥാടനത്തിൻ്റെ മുഴുവൻ കാലങ്ങളും മുഴുവൻ ഘട്ടങ്ങളും.